मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। എടാ ഹണി, നമ്മുടെ സോർദാർ എവിടെ പോയി? നീ എന്തുവായി ചെയ്യുന്നേ? അത് ചൂടാ, നിന്റെ കൈ ഇപ്പൊ പൊള്ളിപ്പോയനെ. വിശപ്പാടുകളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കും. അവനൊരു തീറ്റപ്രാന്തനാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. എനിക്ക് ജ്ഞാനം വേണ്ട, ആ സമൂസ മാത്രം മതി. ചേട്ടാ, ഒരു സമൂസ ഇങ്ങ് തന്നേ. ഒന്നേ ഉള്ളൂ. അത്യാഗ്രഹം മനുഷ്യനെ ആർത്തിപ്പണ്ടാരമാക്കി മാറ്റും. സംശയമുണ്ടോ? പക്ഷെ സോർദാർ മനുഷ്യനല്ല, ഡോഗാണ്. അപ്പൊ പിന്നെ അത്യാഗ്രഹം എന്താക്കാനാ? ഓ എന്റെ ശിവനെ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എനിക്ക് സമൂസ വാങ്ങിത്താ. നീ ഒരു കാര്യം ചെയ്, സമൂസയുടെ അടുത്ത് കയറിയിരുന്ന് എത്ര വേണമെങ്കിലും എടുത്ത് തിന്നോ. അയ്യോ, താൻ എന്തായി കാണിക്കുന്നേ? ഇതെല്ലാം വിൽക്കാൻ വേണ്ടിട്ടല്ലേ വെച്ചിരിക്കുന്നത്. ഞാൻ എല്ലാ സമൂസയും തിന്നിട്ട് അതിന്റെ കാശ് തരാം. അടിപൊളി ചേട്ടാ, നല്ല രുചിയുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റ് മസാലയൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും നല്ല ഒന്നാം തരം ടേസ്റ്റ് ആണ്. ഇതിൽ പുതിന ഇട്ടിട്ടുണ്ട്. എന്താ ശരിയല്ലേ? കൊള്ളാം കൊള്ളാം കൊള്ളാം, അടിപൊളി ചട്നിയാണ്. സമൂസയുടെ ഒപ്പം ഈ തക്കാളിയുടെ ചട്നിയാണ് ഏറ്റവും കൂടുതൽ ചേരുന്നത്. അതെന്തായാലും കലക്കി. എന്റെ അമ്മേ, ഗരം മസാല കുറച്ച് കൂടി പോയിന്നാണ് തോന്നുന്നത്. ആഹാ, അത് 50 സമൂസ കഴിച്ചു കഴിഞ്ഞപ്പോഴാണോ മനസ്സിലായത്? 1000 രൂപയും എടുത്തേ. ഇത്രയും കാശോ? ആ കാശ് ഞാൻ തരാം. ഈ 100 രൂപ ടിപ്പാണ്. കാരണം നിങ്ങളായതുകൊണ്ടാണ് ഈ മാണിക്യത്തെ എനിക്ക് കിട്ടിയത്. മാണിക്കോ? അതെവിടെയാണ്? അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ടാ കിട്ടാഞ്ഞത്? മാണിക്യം കാണാൻ വേണ്ടി നല്ല ദീർഘദൃഷ്ടി അത്യാവശ്യമാണ്. സമൂസയിൽ ഉരുളക്കിഴങ്ങുണ്ട്. അല്ല, ഉരുളക്കിഴങ്ങാണോ അതോ മാണിക്കമാണോ? നല്ലൊരു ഭക്ഷണ പ്രിയനാണ് താങ്കൾ. എന്താ ശരിയല്ലേ? അതെ, ഞാനൊരു ഭക്ഷണ പ്രേമിയുമാണ്. നന്നായി കുക്കും ചെയ്യും. കുക്കാണല്ലോ. എന്നാൽ നീ എനിക്ക് വേണ്ടി കഴിക്കാവോ? എല്ലാം കഴിക്കണം. സമൂസയിൽ ഉരുളക്കിഴങ്ങുണ്ട്. അതറിയാം, എല്ലാ സമൂസയിലും ഉരുളക്കിഴങ്ങ് ഉണ്ടാവാറുണ്ട്. താങ്കൾ കഴിക്കുമല്ലോ സോർദാർ സാർ. ഞാൻ കഴിപ്പിക്കും, എല്ലാ ദിവസവും കഴിപ്പിക്കും. ഒരു മിനിറ്റ് സോർദാറെ, താങ്കൾ എല്ലാം ഫ്രീ ആയിട്ട് കഴിപ്പിക്കുവോ? അതെ, മാത്രമല്ല ദിവസവും 5000 രൂപയും ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കും. 5000 റുപ്പീസ്. കഴിക്കുന്നതിന്റെ കാശാണോ കൊടുക്കുന്നേ? കാശ് മരത്തിൽ കായ്ക്കില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ പണം കായ്ക്കുന്ന മരമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. സംശയമുണ്ടോ? അങ്ങനെയൊന്നും അല്ല. ഞാനൊരു കുക്കറി ഷോ നടത്താൻ പോകുന്നുണ്ട്, അതും സ്ട്രീറ്റ് ഫുഡ്. സമൂസയിൽ ഉരുളക്കിഴങ്ങുണ്ട്. വളരെ വിചിത്രമായിട്ടുള്ള പേരാണല്ലോ ഷോയ്ക്ക്. സമൂസയിൽ ഉരുളക്കിഴങ്ങുണ്ട്. എടാ, പേരിൽ എന്താ ഇരിക്കുന്നത്? ജോലി നോക്കാം. തിന്നാനുള്ള ജോലിയല്ലേ? അതെ, താങ്കൾ കഴിക്കേണ്ടത് വ്യത്യസ്തമായിട്ടുള്ള സ്ട്രീറ്റ് ഫുഡുകളാണ്. അതിനെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഞങ്ങളത് ഷൂട്ട് ചെയ്യും. താങ്കൾക്ക് കഴിക്കാനും കിട്ടും. ഞങ്ങളതൊരു എപ്പിസോഡാക്കി ഷൂട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ മറക്കണ്ട, നാളെ രാവിലെ 7 മണിക്ക് നമ്മൾ ഇവിടെ വെച്ച് തന്നെ കാണും. മറന്നു പോകണ്ട, സമൂസയിൽ ഉരുളക്കിഴങ്ങുണ്ട്. അതൊന്നും മറക്കില്ല. ഇവൻ ദിവസം സമൂസ കഴിക്കാറുണ്ട്. ഇവിടെ എത്താൻ ഒരു കാരണവശാലും മറക്കരുത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഞാൻ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിക്കൊള്ളാം സാർ. ഗൾഫിൽ നിന്ന് എന്റെ കൂട്ടുകാരൻ സണ്ണി വന്നിട്ടുണ്ട്. കുട്ടികളെ, നിങ്ങൾ എവിടെയാണ്? നാട്ടിൽ നിന്നും പിന്നെ വന്നിട്ടുണ്ട്. അടികൈ. സോർദാറേ, ചേച്ചി നിനക്ക് വേണ്ടി നാട്ടിൽ നിന്ന് പ്രത്യേകം പാക്ക് ചെയ്ത് പിന്നെ അയച്ചിട്ടുണ്ട്. എനിക്കിപ്പോ പിന്നെയൊന്നും വേണ്ട. അത് കൊള്ളാലോ. താരനുള്ളത് കൊണ്ടാണ് മുടി എപ്പോഴും ഇങ്ങനെ പൊഴിയുന്നത്. അത്ഭുതം തന്നെ. സോർദാർ ആദ്യമായിട്ടാണ് ഭക്ഷണം വേണ്ടെന്ന് പറയുന്നത്. കുട്ടികളെ, അടികൈ. നാളെ രാവിലെ മുതൽ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ കഴിക്കാനുള്ളതാ. അതുകൊണ്ട് വയറ് കാലിയാക്കി വെക്കുകയാണ് ഞാൻ.
അത്യാഗ്രഹം മനുഷ്യന്റെ ജീവൻ എന്നേക്കുമായി നശിപ്പിക്കും. അത്യാഗ്രഹം വയറുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അത് വയറിനെ നശിപ്പിക്കും. സംശയമുണ്ടോ? അതെ സർദാറെ, ചിന്തിക്ക്. നീ നാളെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കും, അത് ഒരുപാട് കഴിക്കും. നിന്റെ വയറ് കേടാകും സർദാറെ. പിന്നെ ഔട്ട് ഗോയിങ് ഉണ്ടാവില്ല, അത് അകത്തിരുന്ന് ഗ്യാസ് ആവും. എടാ CID ബണ്ണി, നീ എന്തിനാ ഈ പാവ സോർദാറിനെ പേടിപ്പിക്കുന്നേ? ഇവ സ്ട്രീറ്റ് ഫുഡ് എല്ലാം കഴിച്ച് നേമ്പക്കവും വിട്ടിട്ട് വരും. സ്ട്രീറ്റ് ഫുഡ് ഇവനെ എന്തോ ചെയ്യാനാ? എന്റെ പോപട്ട, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. അവിടെ കഴിക്കൽ കുറവും സംസാരം കൂടുതലും വേണം. കാരണം ഇവൻ TV ഷോയുടെ ആങ്കർ കൂടിയാണ്. കൊച്ചിയിലെ ഫ്രീക്കന്മാർ പറയും യോ യോ. അത് ശരി, അപ്പൊ നമ്മുടെ സോർദാർ ആങ്കറായിട്ട് മാറിയോ? ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞാട്ടെ. നാളെ രാവിലെ എന്റെ ഷൂട്ടിംഗ് ആണ്. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? യെസ് സർ. റോൾ ക്യാമറ സൗണ്ട് ആക്ഷൻ. കട്ട് 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 കട്ട്. ഈ ഗോൾ കപ്പൊക്കെ എന്തിനാ കട്ട് ചെയ്യുന്നേ? അതെല്ലാരും മുഴുവനായിട്ട് തന്നെയല്ലേ കഴിക്കുന്നത്? എടോ, ഷോട്ട് കട്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത്. സമൂസയിൽ ഉരുളക്കിഴങ്ങുണ്ട്. അയ്യോ, എല്ലാ സമൂസയിലും ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ. അതിനു വേണ്ടി ഈ സീൻ എന്തിനാ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്? സോർദാറെ, കഴിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, കഴിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയും വേണം. അതിനെ കുറിച്ച് സംസാരിക്കണം. ഓ സോറി, ചാട്ട് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അതുകൊണ്ട് അതിനിടയ്ക്ക് സംസാരിക്കാൻ പോലും മറന്നുപോയി. ഓക്കെ, നമുക്കത് വീണ്ടും ഒന്ന് ചെയ്തു നോക്കാം. ഇനി ഒരു ഗോൾ കപ്പ് എടുത്ത് കഴിക്കണം. എന്നിട്ട് പറയണം സമൂസയിൽ ഉരുളക്കിഴങ്ങുണ്ട്. അല്ല, സാറിനെ ആരാ ഡയറക്ടർ ആക്കിയത്? സമൂസയിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെന്ന് ഗോൾ കപ്പ് കഴിച്ചിട്ട് എങ്ങനെയാ പറയുന്നത്? അതിനുവേണ്ടി നമ്മൾ കഴിക്കേണ്ടത് സമൂസ തന്നെയല്ലേ? എടാ ഹണി, നീ ഒന്നും മിണ്ടാതിരിക്കെ. ഇതാരുടെ പ്രോഗ്രാമിന്റെ തലക്കെട്ടാണ്. അയ്യോ, ഗോൾഗപ്പ തൊണ്ടയിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ വേറെ എന്തെങ്കിലും കഴിച്ചു നോക്കട്ടെ. ഓക്കെ ഓക്കെ, റോൾ ക്യാമറ സൗണ്ട് ആക്ഷൻ. എന്താ ഒരു സ്വാദ്! ഞങ്ങളുടെ നഗരത്തിലെ ഏറ്റവും നല്ല സമൂസയാണിത്. എന്തിനാ അത് കട്ട് ചെയ്തത്? നല്ലൊരു ഷോട്ടായിരുന്നു അതാ. സോർദാർ വായിൽ തോന്നുന്ന പറയുന്നേ. സമൂസ കഴിച്ചപ്പോഴെങ്കിലും അവര് പറയായിരുന്നല്ലോ ആ സമൂസയിൽ ഉരുളക്കിഴങ്ങാണെന്ന്. എടോ, ആരെങ്കിലും ഒരു സമൂസ കൊടുത്ത് ഇവനെ കൊണ്ടൊരു മൂലയ്ക്ക് കൊണ്ടിരുത്താൻ നോക്ക്. കൊണ്ടുപോയി ഇരുത്തടോ. പ്രോബ്ലംസ് സമൂസ കഴിച്ചാ തീരുമായിരുന്നെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവരും ഇപ്പൊ സമൂസ കഴിച്ചേനെ. സംശയമുണ്ടോ? നിങ്ങൾക്ക് വിവരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇയാളെ വേഗം സൈഡിലേക്ക് ഒന്ന് മാറ്റി നിർത്ത്. എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്ക്, സമൂസയിൽ ഉരുളക്കിഴങ്ങുണ്ട്. വേഗം പോ. ഇവരെന്ത് മനസ്സിലാക്കി തരാനാ? എനിക്ക് ഓൾറെഡി അറിയാലോ സമൂസയിൽ ഉരുളക്കിഴങ്ങുണ്ട്. ഹണി വാ, നമുക്ക് പോവാം. നമുക്ക് സൈഡിലോട്ട് മാറിയിരുന്ന് കാണാം. ആക്ഷൻ. കട്ട് കട്ട് കട്ട്. ഇയാളെ കൊണ്ട് നടക്കില്ല. വേഗം ഷൂട്ട് നിർത്താൻ നോക്ക്. ഹണി, എന്തെങ്കിലും ഒന്നും ചെയ്യേ. സോർദാർ ഇന്നലെ രാത്രി പോലും ഒന്നും കഴിച്ചിട്ടില്ല. ഒരുപാട് കഴിക്കും അവൻ. ഇനി ഷൂട്ടിംഗ് എങ്ങാനും നിന്ന് പോയാ അതിന്റെ ചെലവ് മുഴുവൻ നമ്മൾ കൊടുക്കേണ്ടി വരും. സംശയമുണ്ടോ? നീ ഒരു ദുഷ്ടനാണ്, വഞ്ചകനാണ്, ചതിയനാണ്. എടാ, നിന്നെ ഞാൻ അങ്ങനെയല്ല. അഥവാ സോർദാറിന് കഴിക്കാൻ വേണ്ടി നമ്മൾ ഭീഷണിപ്പെടുത്തി ഷൂട്ട് ചെയ്യിച്ച പോലെ ഡയറക്ടറിന് തോന്നും. ജീവിതം എന്ന് പറയുന്നത് ഒരു ത്രാസ് പോലെയാണ്. ഒരു തട്ടിൽ സുഹൃത്ത് ബന്ധമുണ്ട്, മറ്റേ തട്ടിൽ കൂട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്ന പേയ്മെന്റും ഉണ്ട്. സംശയമുണ്ടോ? ഇനി നീ തീരുമാനിക്ക്, ത്രാസിന്റെ ഏത് തട്ടാണ് ഭാരമുള്ളത്? അല്ല, സാറെന്തിനാ ഷൂട്ടിംഗ് നിർത്തി വെക്കുന്നത്? ചിന്തിക്കൂ. ഷൂട്ടിംഗ് നിന്ന് പോയാൽ എപ്പിസോഡ് ഉണ്ടാക്കാൻ പറ്റില്ല. എപ്പിസോഡ് ഉണ്ടായില്ലെങ്കിൽ പിന്നെ സാറിനത് ചീത്തപ്പേരാവും. പിന്നെ ചിലപ്പോ സാറിന് ജോലി തന്ന ബോസ് സാറിനെ ജോലിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടേക്കും. ഇത് മാത്രമല്ല, പിന്നെ ഒന്ന് നിർത്ത്. എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് തന്റെ കൂട്ടുകാരനെ പറഞ്ഞെന്ന് മനസ്സിലാക്ക്. അയാള് ചുമ്മാ കഴിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു കാര്യം ചെയ്യൂ, അവനത് കഴിച്ചോട്ടെ. സംസാരിക്കാൻ വേണ്ടി ഇവിടെ ഞാനുണ്ടല്ലോ. എന്ന് വെച്ചാ
അവൻ കഴിക്കുമ്പോ അവൻ കഴിക്കുന്നതിനെ കുറിച്ചുള്ള ആങ്കറിംഗ് ഞാൻ ചെയ്യാം. അവൻ കഴിക്കും, ഞാൻ സംസാരിക്കും. അവൻ കഴിക്കും, ഞാൻ സംസാരിക്കും. ഞാൻ സംസാരിക്കും, അവൻ കഴിക്കും. അപ്പൊ സാറിന്റെ ജോലിയും നടക്കുമല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്തായാലും പലഹാര കടയിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. ആക്ഷൻ! ഇതാണ് ചച്ചുമാളിന്റെ പലഹാരക്കട. ഇവിടുത്തെ പലഹാരങ്ങൾ പൂന്തോട്ടത്തിലും പാർക്കിലും മുറിയിലും കഴിക്കാം. ചച്ചുമാളിന്റെ പലഹാരങ്ങൾ എല്ലായിടത്തും ആനന്ദകരമാണ്. അത് നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇതാണ് സുൽഫിയുടെ കുൽഫി. ലോകത്താരെങ്കിലും ഇതിലും നല്ല കുൽഫി ഉണ്ടാക്കിയാൽ ഞാൻ തോൽവി സമ്മതിക്കാം. കൊണ്ടുപോയി കഴിക്കൂ, ഇരുന്ന് കഴിക്കൂ, രുചിച്ച് കഴിക്കൂ, നുള്ളി കഴിക്കൂ. ഒരേ ടേസ്റ്റ്, അതാണ് ടേസ്റ്റ്. എന്താ ഒരു ടേസ്റ്റ്? ചിന്തിക്കൂ. ചൂട് കൂടിയ സമയത്ത് നമുക്ക് ഈ കുൽഫി കൈ കിട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടുത്തെ ഐസ്ക്രീമുകളെല്ലാം വെറൈറ്റിയാണ്. കുട്ടികളും മുതിർന്നവരും വെയിറ്റിംഗിലാണ്. എന്ത് പറ്റി? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരു പ്രശ്നമില്ല. ഒന്നിനു പകരം 2 എപ്പിസോഡാണെന്ന് കിട്ടിയത്. താങ്ക് യു. സമൂസയിൽ ഉരുളക്കിഴങ്ങുണ്ട്. അപ്പൊ പാക്ക്. അപ്പൊ എന്റെ വാക്ക് ഞാൻ പാലിക്കുന്നു. ഇതാ 10,000 രൂപ, 2 എപ്പിസോഡിന്റെ ക്യാഷ്. സന്തോഷായോ? ഇവിടെ വന്ന് ആരും ജ്യൂസ് കുടിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. കൊള്ളാം കൊച്ചളിയ, ഇന്നത്തെ നിന്റെ ആങ്കറിംഗ് കണ്ടല്ലോ, അടിപൊളിയായിരുന്നു. അതാണ് നമ്മുടെ ബണി. ഇവനൊരു സംഭവം തന്നെയാ. കൂട്ടുകാരന് വയറ് നിറച്ച് കഴിക്കാനും പറ്റി. അവർക്ക് വേണ്ട 2 എപ്പിസോഡും അവൻ ഉണ്ടാക്കി കൊടുത്തു. സംശയമുണ്ടോ? സോറി എന്റെ സർദാറെ, ഞാൻ കാരണം നിനക്ക് ആങ്കർ ആവാൻ പറ്റിയില്ലല്ലോ. എടാ ബണ്ണി, അതിനിവിടെ ആർക്കും ആങ്കറാകാൻ താല്പര്യമുള്ളത്? എനിക്ക് കഴിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് ഞാൻ നിന്നോട് നന്ദി പറയേണ്ടത്. നീ കാരണം എനിക്കിന്ന് വയറ് നിറച്ച് കഴിക്കാൻ പറ്റി. Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play.